പിന്നെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കിടക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്തൊരു ചാറ്റൽ മഴയും ഇന്നത്തെ ഡേറ്റും ഞാൻ ശ്രദ്ധിക്കുന്നത്. ജൂലൈ 29, 30 ഈ ഒരു ദിവസങ്ങളിലാണല്ലോ പിന്നെ ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തം സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ടൊരു കൊല്ലമായി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കി. ഇന്നും പിന്നെ തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ ഇന്നും കിട്ടാത്ത ഒരുപാട് മൃതദേഹങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പുനരധിവാസം സാധ്യമാവാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എന്തൊക്കെയോ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അതിലുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് അവരുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ എന്ന് പിന്നെ പറയാണ്. എല്ലാവരുടെ ശ്രദ്ധയിലേക്കും ഇത് ഒന്ന് കൊണ്ടുവരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത്. സോ എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ. ഇനിയും ഇങ്ങനത്തെ ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ആളുകളെ ബാധിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാവട്ടെ.